കൊച്ചിയിൽ സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് കള്ളവോട്ട് ചെയ്തതായി പരാതി. ബിജെപി സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ വോട്ടാണ് കള്ളവോട്ട് ചെയ്തതായി പരാതി വരുന്നത്. മണി രാധാകൃഷ്ണൻ ബൂത്തിലെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തു പോയിരുന്നു. മരട് നഗരസഭയിലെ 20-ാം ഡിവിഷനിലാണ് കള്ളവോട്ടുണ്ടായത്. ഞാൻ വോട്ട് ചെയ്യാൻ ചെന്നപ്പം എന്റെ സ്ഥാനത്ത് വേറെ ആരാണ്ട് വോട്ട് ചെയ്തിട്ട് പോയി. അത് പിന്നെ അവൻ അവരെ ഇവരെയൊക്കെ കണ്ട് പരാതി പറഞ്ഞൊക്കെ ചെയ്യിച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ രണ്ടാമത് പിന്നെ വോട്ട് ചെയ്തു. ആരാണ്ട് വേറെ ആരാണ്ട് അത് കണ്ടുപിടിക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാന്നൊക്കെ അറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്റെ നമ്പർ ഞാൻ ആധാർ കാർഡും എന്റെ നമ്പരും ഒക്കെ കൊടുത്തപ്പം ഇത് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അപ്പം മോനുണ്ടായിരുന്നു, എന്റെ മോനെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്താണ് ഈ പരാതിയുടെ ഒരു അടിസ്ഥാനം? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ബാധു, അത് തന്നെയാണ് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ആ വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ടാണ് കള്ളവോട്ട് ചെയ്തു പോയി എന്നൊരു പരാതി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മണി രാധാകൃഷ്ണൻ ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ സ്ഥാനാർത്ഥിയായ മകനൊപ്പം മകനൊരു വോട്ട് ചെയ്യാൻ വേണ്ടി അമ്മ എത്തുമ്പോഴാണ് അമ്മയുടെ വോട്ട് മറ്റാരോ നേരത്തെ തന്നെ വന്ന് ചെയ്തു പോയി എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് അത് പരാതിയായി വന്നു. ഇപ്പോൾ ടെൻഡർ വോട്ടാണ് ചെയ്തിരിക്കുന്നത് മണി രാധാകൃഷ്ണൻ. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇവരുടെ വോട്ട് ആര് ചെയ്തു പോയി എന്നത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെബ്കാസ്റ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലത്തും ഇതിനുള്ള അവസരങ്ങളുണ്ട്. ക്യാമറയിൽ കൃത്യമായി അത് ഉണ്ട് എങ്കിൽ ആരാണ് വോട്ട് ചെയ്ത് പോയത് പിന്നീട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം നമ്മളൊരു ബൂത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ആദ്യം നമ്മളുടെ സ്ലിപ്പ് നോക്കി നമ്മളുടെ പേര് വിളിക്കും. അതിനുശേഷം തൊട്ടടുത്തുള്ള ഓഫീസർ നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും. ആ ഒപ്പിടുന്നത് നമ്മൾ ക്രമപ്രകാരമാണ് ഒപ്പിടുന്നത്. അപ്പോൾ എത്രാമത്തെ ആളാണ് ഇവരുടെ വോട്ട് രേഖപ്പെടുത്തി കള്ളവോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ആളാണ് അവിടെ ഒപ്പിട്ട് പോയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒപ്പും അതോടൊപ്പം തന്നെ ആ ബൂത്തിലേക്ക് കയറിയ ആളുടെ ദൃശ്യങ്ങളും പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ കള്ളവോട്ട് നൽകിയത്. കൊച്ചിയിലാണ് ഒരു കള്ളവോട്ട് സംബന്ധിച്ച പരാതി ഉണ്ടായത്.